മനോരമയെക്കുറിച്ച് പിന്നെയും പറയേണ്ടി വരുന്നത് പറയുംതോറും മനോരമ നന്നാകുമെന്ന് കരുതിയല്ല, മറിച്ച് മനോരമ പറയുന്ന വാർത്തകളിലെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തം കൊണ്ടാണ്. ഇന്നലെ മനോരമ ആദ്യ പേജിൽ പ്രധാന വാർത്തയായി കൊടുത്തത് തന്നെ നോക്കാം. സർക്കാരിന്റെ നവകേരള സർവേയെക്കുറിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയായിരുന്നു അത്. ഇതേ വാർത്ത ഇന്ന് വീണ്ടും അതേപടി ആവർത്തിച്ചിട്ടുണ്ട് ഈ പത്രം. ഇന്നലെ ആദ്യ പേജിലെങ്കിൽ ഇന്നത് അകത്തേ പേജിൽ എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇന്നലെ കൊടുത്തിരിക്കുന്ന വാർത്ത ഇങ്ങനെയാണ്: വികസന ക്ഷേമ പദ്ധതികളെക്കുറിച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നവകേരള സർവേയുടെ മുഖ്യ നടത്തിപ്പ് നിർവഹിക്കുന്നത് CPM. സർക്കാർ ഇതിനായി രൂപീകരിക്കുന്ന സന്നദ്ധ സേനയിലേക്ക് ആളെ കണ്ടെത്തി റിക്രൂട്ട്മെന്റ് പോർട്ടലിലേക്ക് പേര് രജിസ്റ്റർ ചെയ്യിക്കുന്ന ദൗത്യം പാർട്ടിക്കാണ്. സന്നദ്ധാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറുള്ള LDF അനുഭാവികളെയാണ് കർമ്മസേനയിലേക്ക് റിക്രൂട്ട് ചെയ്യേണ്ടതെന്ന് ജില്ലാ കമ്മിറ്റികൾക്കുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ കത്തിൽ പറഞ്ഞു. സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള പദ്ധതി എന്ന നിലയ്ക്കാണ് നവകേരള സർവേ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ഇങ്ങനെ പോവുകയാണ് മനോരമയുടെ കണ്ടെത്തലുകൾ. ഇനി എന്താണ് ഇതിലെ യാഥാർത്ഥ്യമെന്ന് നോക്കാം. ഒക്ടോബർ 8 മന്ത്രിസഭാ യോഗമാണ് നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം എന്ന പേരിൽ വികസന ക്ഷേമ പഠന പരിപാടി പ്രഖ്യാപിച്ചത്. ഒക്ടോബർ 13 വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന്റെ വിശദ വിവരം അവതരിപ്പിക്കുകയും ചെയ്തു. ഇതൊരു സർവേയോ സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തലോ അല്ല, മറിച്ച് വിവിധ മേഖലകളിൽ നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള നവകേരള സൃഷ്ടിക്കായി ജനങ്ങളിൽ നിന്ന് നേരിട്ട് നിർദ്ദേശങ്ങൾ തേടുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ജനുവരി 1 മുതൽ ഫെബ്രുവരി 28 വരെയുള്ള പ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്തുന്നത് സന്നദ്ധ പ്രവർത്തകരായി രജിസ്റ്റർ ചെയ്തവരെയാണ്. ശേഖരിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്രോഡീകരിക്കുന്നത് CPM ജില്ലാ കമ്മിറ്റികളല്ല, ഭരണതലത്തിൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയാണ്. നാടിന്റെ പുരോഗതി എങ്ങനെയാകണമെന്ന രൂപരേഖ ഉണ്ടാക്കുകയാണ് സർക്കാർ. ഇതിലൂടെ നവകേരള പാതയിൽ കൂടുതൽ വെളിച്ചവും പ്രതീക്ഷയും പകരാനാകുമെന്ന് പ്രത്യാശിക്കുന്നതായി മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. 20 കോടി അനുവദിച്ചത് പരിശീലനത്തിനും മറ്റുമായാണ്. ചിലവുകൾ ഓഡിറ്റിന് വിധേയമാക്കുമെന്നും സർക്കാർ ഉത്തരവിലുണ്ട്. പ്രളയം, കോവിഡ്, നിപ, പ്രകൃതി ദുരന്തങ്ങൾ എന്നീ സമയങ്ങളിലെല്ലാം സന്നദ്ധ പ്രവർത്തകരുടെ സേവനം കേരളം മറന്നിട്ടില്ല. ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടിയാണ് സർക്കാർ ഈ മാർഗം തേടുന്നത്. ഈ സത്യങ്ങളെയാണ് വ്യാജ വാർത്തയിലൂടെ മനോരമ കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്നത്. ഇതേ വാർത്ത പ്രത്യേകിച്ച് ഒരു മാറ്റവുമില്ലാതെ മനോരമ ഇന്ന് വീണ്ടും പ്രസിദ്ധീകരിച്ചു. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ UDF കൊടുക്കാനുള്ള പുതിയ ആയുധങ്ങളുമായി മനോരമ വരും ദിവസങ്ങളിലും എത്താൻ തന്നെയാണ് സാധ്യത.